ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് PM കിസാൻ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്ന കർഷകർക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ ഇനി മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കർഷകർ കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന അറിയിപ്പാണ് എത്തുന്നത്. കതിർ ID രജിസ്ട്രേഷൻ ഉള്ളവർക്കാണ് ഭാവിയിൽ ഇനി മുതൽ ആനുകൂല്യം ലഭിക്കുക. PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യമാണെങ്കിൽ പോലും ആ തുക അക്കൗണ്ടിൽ ലഭിക്കണമെങ്കിൽ കതിർ ആപ്പ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവ ചെയ്തിരിക്കണം. സംസ്ഥാനത്ത് കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ, സേവനങ്ങൾ എന്നിവയ്ക്കൊക്കെ വേണ്ടിയാണ് കതിർ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചിരിക്കുന്നത്. കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡി പദ്ധതികൾ, ആനുകൂല്യങ്ങൾ, മറ്റ് സാമ്പത്തിക സഹായ പദ്ധതികൾ എന്നിവയ്ക്കെല്ലാം ഒരു ഏകീകൃത തിരിച്ചറിയൽ രേഖ എന്നതാണ് കർഷക ID കാർഡ്. ഫോട്ടോ പതിപ്പിച്ച ഈ തിരിച്ചറിയൽ കാർഡിന് വേണ്ടി നമ്മുടെ ഫോൺ വഴി തന്നെ കതിർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ബന്ധപ്പെട്ട രേഖകൾ നൽകി കർഷക ID കാർഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. കൃഷി വകുപ്പിന്റെ അവസാനഘട്ട വെരിഫിക്കേഷന് ശേഷം അപ്രൂവൽ ലഭിക്കുന്നതോടെ കർഷക ID കാർഡുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കും. നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്ന PM കിസാൻ അത് കേന്ദ്രത്തിന്റെ ആനുകൂല്യമാണെങ്കിലും ഈ ആനുകൂല്യം ഇനി മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കതിർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്ത് കർഷക ID കാർഡ് വേണമെന്ന പ്രധാന അറിയിപ്പും എത്തിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് PM കിസാൻ ആനുകൂല്യം വാങ്ങുന്നത് 25 ലക്ഷത്തോളം കർഷകരാണ്. അവരെല്ലാം കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇതുവഴി നിരവധി നേട്ടങ്ങളുമുണ്ട്. കൃഷിഭൂമിയിൽ വിളനാശമുണ്ടായാലും നമ്മുടെ കൃഷിയിൽ മറ്റ് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായാലും സാമ്പത്തിക സഹായത്തിന് കതിർ ആപ്പ് വഴി നമുക്ക് അപേക്ഷിക്കാം. അതോടൊപ്പം കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനും 60 വയസ്സ് കഴിയുമ്പോൾ മാസം പെൻഷൻ ലഭിക്കുന്ന സ്കീമുകളിലേക്ക് അപേക്ഷിക്കുവാനുമൊക്കെ ഈ കർഷക ID കാർഡ് രജിസ്ട്രേഷൻ നമ്പർ മാത്രം മതിയാകും. അതിനാൽ എല്ലാവരും കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. നിലവിൽ PM കിസാന്റെ 19ാം ഗഡു വിതരണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറെടുത്തു കഴിഞ്ഞു. ജനുവരി മാസത്തിൽ തന്നെ തുക എത്തുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത്. നിലവിൽ PM കിസാന്റെ ഈ 19ാം ഗഡു നമുക്ക് മുടങ്ങാതെ ലഭിക്കും. എന്നാൽ തുടർന്നങ്ങോട്ട് ഈ നിയമം നിർബന്ധമാക്കുകയും ചെയ്യും. അതിനാൽ തന്നെ കതിർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്ത് കർഷക ID കാർഡുകൾ ജനറേറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, നികുതി റെസീറ്റ് എന്നിവയും ഈ രജിസ്ട്രേഷൻ ആവശ്യമായ രേഖകളാണ്. ഇനി മൊബൈൽ ഫോൺ വഴി ചെയ്യാൻ സാധിക്കാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലോ എത്തി കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.